യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തെങ്കിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസത്തെ ആത്മീക ചിന്തകൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യമാണ്. നമ്മളുടെ പ്രധാനപ്പെട്ട വിഷയം ഈ ജഡത്തിൽ നമുക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയുമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിശുദ്ധ വേദപുസ്തക ഉപദേശങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് എഴുതിയതായ ഈ 2 കൊരിന്ത്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം നമ്മളുടെ ഈ ഭൂമിയിലെ വാസം അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നമ്മൾ എപ്രകാരമായിരിക്കണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങൾ പരിശോധിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചല്ലോ, താൻ പറയുന്നു, കൂടാരമായ ഞങ്ങളുടെ ഭൗമ ഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഇന്നലെ നമ്മൾ സംസാരിച്ചത് പ്രത്യാശയെക്കുറിച്ചാണ്. നമ്മളുടെ പ്രത്യാശ എന്താണ്? ഈ ഭൂമിയിലായിരിക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യാശയോടുകൂടി ഇരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആ പ്രത്യാശ എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതായ എല്ലാ സന്തോഷങ്ങളെക്കാളും എല്ലാ പ്രതീക്ഷകളെക്കാളും ഉപരിയായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒന്നാണ്. നമ്മൾ എപ്പോഴും അങ്ങനെയല്ലേ? ഏറ്റവും ശ്രേഷ്ഠമായത് കാണുമ്പോൾ നമ്മൾ അത്ര ശ്രേഷ്ഠമല്ലാത്തതിനെ ഒഴിവാക്കും എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞാൻ ശ്രേഷ്ഠമായതിനെ കണ്ടെത്തിയിരിക്കുന്നു. ഇന്നലെ നമ്മൾ ചിന്തിച്ചു, വരുവാനുള്ള ദൈവ തേജസ്സിൻ്റെ ആ ഘനം അത് അപ്പോസ്തലനായ പൗലോസിന് മനസ്സിലായി. അത് ദൈവത്തിൻ്റെ ആത്മാവ് അവനെ വെളിപ്പെടുത്തി. നമുക്ക് ഇനി വെളിപ്പെടുത്താൻ പ്രത്യേകിച്ചില്ല, കാരണം ദൈവവചനത്തിലൂടെ ദൈവത്തിൻ്റെ ദാസന്മാർ നമ്മളോട് വ്യക്തമായിട്ടും നമുക്ക് വരുവാനുള്ള പ്രത്യാശയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ പ്രത്യാശയെക്കുറിച്ചാണ് പറഞ്ഞത്. എന്നാൽ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മളുടെ ഈ അവസ്ഥ എന്താണ്? നമ്മളുടെ ശാരീരിക അവസ്ഥ, നമ്മളുടെ ഈ ഭൂമിയിലെ ഈ വാസത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇതെല്ലാം നമ്മൾ വിശുദ്ധ വേദപുസ്തകം പ്രകാരം നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മളത് പഠിക്കുന്നില്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ആ നിരർത്ഥകത നമുക്ക് മനസ്സിലാവുകയില്ല. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, പ്രത്യേകിച്ച് ഈ വാക്യത്തിൻ്റെ തുടക്ക ഭാഗത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. ഇവിടെ താൻ പറയുന്നു, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഈ ശരീരം കൊണ്ട് നമ്മൾ എത്രത്തോളം ഈ ഭൂമിയിൽ പ്രസക്തമാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ആദ്യമേ പറയുന്നുണ്ടല്ലോ, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഭൗമഭവനം, എർത്തലി ഹൗസ്. അതായത് നമ്മുടെ ശരീരം ഒരു ഭൗമികമായ ഭവനം മാത്രമാണ്. യവനായ ചിന്തകർ ചിന്തിച്ച ഒരു കാര്യമുണ്ട്. അവർ ചിന്തിച്ചു, ആത്മാവിനുള്ള ഒരു താൽക്കാലിക കൂടാരം മാത്രമാണ് നമ്മളുടെ ഈ ശരീരം എന്നുള്ളത്. ഒരുപക്ഷെ ആ ഒരു ചിന്തയും ഇവിടെ അപ്പോസ്തലനായ പൗലോസിനെ ഭരിച്ചിരിക്കാം. പക്ഷേ ശരീരത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വളരെ വ്യക്തമായി തന്നെ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നു, നമ്മുടെ ശരീരം ഒരു ഭൗമഭവനമാണ്. ഈ ഭൂമിയിലേക്ക് മാത്രമായി ഉള്ളതായ ഒരു ഭവനമാണ്. ഭവനം എന്ന് ഉദ്ദേശിക്കുമ്പോൾ അതിനകത്ത് ജീവനില്ല. അതായത് ജീവനുള്ളവരായ മനുഷ്യർ വസിക്കുന്നതായ ഒരു സ്ഥലമാണ് ഭവനമെന്ന് പറയുന്നത്. അതുപോലെയാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമ്മുടെ ശരീരമല്ല നമ്മളുടെ യഥാർത്ഥ വ്യക്തിത്വം എന്ന് പറയുന്നത്. മറിച്ച് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് നമ്മളാകുന്ന വ്യക്തിത്വത്തെ ഈ ഭൂമിയിൽ വഹിക്കുവാനുള്ള ഒരു ഭവനം മാത്രമാണ് ഈ ശരീരം. ഈ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കണം. പലരും ജീവിക്കുന്നത് ശരീരത്തിന് വേണ്ടിയാണ്. എന്നാൽ ശരീരത്തിന് വേണ്ടിയല്ല നമ്മൾ ജീവിക്കേണ്ടത്. നാം നമുക്ക് വേണ്ടി തന്നെ ജീവിക്കണം. എന്താണ് നമുക്ക് വേണ്ടി തന്നെ ജീവിക്കുക എന്ന് പറയുന്നത്? നമ്മളുടെ ആത്മാവിന് വേണ്ടി നമ്മൾ ജീവിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിനെ സുരക്ഷിതമാക്കുവാൻ, ആത്മാവിനെ നമ്മൾ ദൈവം ഒരുക്കുന്നതായ ആ നിത്യഭവനത്തിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള പരിശ്രമമായിരിക്കണം. മറ്റൊരു വേദഭാഗത്തിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ രക്ഷയ്ക്കായി നിങ്ങൾ പ്രവർത്തിപ്പീൻ. എന്താ രക്ഷയ്ക്കായി പ്രവർത്തിക്കുക എന്ന് പറയുന്നത്? നമ്മുടെ ആത്മരക്ഷയ്ക്കായി. എന്തുകൊണ്ട് ആത്മാവിന് രക്ഷ ആവശ്യമാണ്? നമുക്കറിയാവുന്ന പോലെ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവൻ്റെ ആത്മാവ് അവൻ നഷ്ടപ്പെടുകയാണ്. ആത്മാവിൻ്റെ മേലുള്ള അവൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി. ആത്മാവിനെ പിശാച് നിയന്ത്രിക്കാൻ തുടങ്ങി. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഒരിക്കലും നമ്മുടെ ശരീരമല്ല ശിക്ഷിക്കപ്പെടാൻ പോകുന്നത്, മറിച്ച് നമ്മുടെ ആത്മാവാണ് ശിക്ഷിക്കപ്പെടാൻ പോകുന്നത്.
ശരീരം താൽക്കാലികമായ ഒരു പ്രതിഭാസം മാത്രമാണ്. പക്ഷേ ആത്മാവ് എന്നേക്കുമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിൽ നമ്മുടെ ആത്മരക്ഷയെക്കുറിച്ച് പറയുന്നത്. ദൈവം സൃഷ്ടിച്ചതായ മനുഷ്യന്റെ ശരീരം പാപത്താൽ മലിനമാക്കപ്പെട്ടു എന്ന് നമ്മൾ കരുതാറുണ്ട്. ഈ ശരീരം അതിൽ തന്നെ ദോഷമുള്ളതല്ല. ശരീരം ദോഷമുള്ളതായിരുന്നെങ്കിൽ ദൈവം മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് അവതരിക്കുമ്പോൾ മാനുഷിക വേഷം ധരിക്കുമായിരുന്നോ? ഇല്ല, ഒരു നാളുമില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ദൈവം തൻ്റെ ജനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അവതാരമെടുത്തപ്പോൾ മനുഷ്യരൂപം എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരീരം അതിൽ തന്നെ പ്രശ്നമുള്ളതല്ല. പ്രശ്നം എപ്പോഴും ആത്മാവിലാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ശരീരം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ നിങ്ങളുടെ ആത്മാവ് സംബന്ധമായി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് കർത്താവ് യേശുക്രിസ്തു ഇതിനെ സംബന്ധിച്ച് പറഞ്ഞത്? യേശു പറഞ്ഞത്, ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവനെന്ത് പ്രയോജനം? പലപ്പോഴും ആളുകൾ നേടുന്നത് തങ്ങളുടെ ശരീരത്തിന് വേണ്ടിയാണ്. ശരീരത്തിൻ്റെ വികാരങ്ങൾക്ക് വേണ്ടി, ശരീരത്തിൻ്റെ ആർഭാടങ്ങൾക്ക് വേണ്ടി, ശരീരത്തിൻ്റെ സുഖത്തിന് വേണ്ടി. ഇന്ന് ലോകത്തിൽ കാണുന്ന സകല നീച പ്രവൃത്തികളും മനുഷ്യൻ ചെയ്യുന്നത് ശരീരത്തിന് വേണ്ടിയാണ്. ആളുകൾ കൂടുതൽ പണം ചെലവഴിക്കുന്നത് ശരീരത്തിന് വേണ്ടിയാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്, ഈ ശരീരം എന്ന് പറയുന്നത് ഒരു താൽക്കാലിക ഭവനം മാത്രമാണ്, ഒരു ഭൗമ ഭവനം മാത്രമാണ്. ആദ്യത്തെ ആ ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം. എന്താ കൂടാരമാകുന്ന ഭൗമഭവനം എന്ന് പറയുന്നത്? ഇതൊരു കൂടാരം മാത്രമാണ്, ടെന്റാണ്. എന്തുകൊണ്ട് ഇതിനെ ടെന്റ് എന്ന് വിളിക്കുന്നു? ഈ ടെന്റ് എപ്പോഴും അഴിച്ചു കളയാനുള്ളതാണ്. ഇവിടെ നമ്മൾ കാണുന്നുണ്ട്, അഴിഞ്ഞു പോയാൽ, മറ്റൊരു ഭാഷാന്തരത്തിൽ നശിപ്പിച്ചു കളഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഈ ശരീരം നശിപ്പിക്കേണ്ടതാണ്, അല്ലെങ്കിൽ നശിക്കേണ്ടതാണ്. അപ്പോൾ നശിച്ചു പോകുന്ന ശരീരത്തിന് വേണ്ടിയല്ല നമ്മൾ പ്രവർത്തിക്കേണ്ടത്, നശിക്കാത്തതായ ആത്മാവിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. ദൈവവിഷയപരമായി ദൈവവചനത്തിനനുസരിച്ച് നമ്മുടെ ആത്മാവിന് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഈ ആത്മാവിൻ്റെ ആ സൗഖ്യത്തെ, അതിനെ രക്ഷയെ നമുക്ക് നേടുവാൻ കഴിയത്തുള്ളൂ. വളരെ പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ ഈ ഭാഗത്തുണ്ട്. അടുത്ത വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, രണ്ടാമത്തെ വാക്യം, ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനു മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. എന്താണ് ഇതിനർത്ഥം? ഈ കൂടാരത്തിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ, അതായത് ഈ ടെന്റിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങൾ നഗ്നരായിട്ടല്ല. എന്താ നഗ്നരായിട്ടല്ലെന്ന് പറയുന്നത്? ഞങ്ങളുടെ ആത്മാവ് നെയ്ക്കഡ് അല്ല. ആത്മാവ് നെയ്ക്കഡ് അല്ലെങ്കിൽ നഗ്നത ഇല്ലാത്തതാണെന്ന് പറയാൻ കാരണം, നമ്മുടെ ആത്മാവിനെ ശരീരത്താൽ നമ്മൾ കവർ ചെയ്യുകയാണ്. നമ്മുടെ ശരീരം നമ്മുടെ ആത്മാവിൻ്റെ ഒരു സംരക്ഷണ കവചം മാത്രമാണ്. എന്നാൽ ഈ ഭൂമിയിൽ നമ്മുടെ മരണം കൊണ്ട് ഈ ഒരു ശരീരത്തെ നമ്മൾ ഉരിഞ്ഞു കളയുക, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവ് വസിച്ചതായി ഈ ശരീരത്തെ നമ്മൾ ഇവിടെ കളയുക. നമുക്കറിയാം, ഭൂമിയിലെ തന്നെ പദാർത്ഥങ്ങൾ കൊണ്ടാണ് ദൈവം മനുഷ്യന്റെ ശരീരത്തെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് ഈ മണ്ണിലേക്ക് തന്നെ ഈ ശരീരം അടങ്ങും. അതാണ് നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ വായിക്കുന്നത്. പ്രത്യേകിച്ച് സംസ്കാര ശുശ്രൂഷകളിലൊക്കെ ദൈവദാസന്മാര് അല്ലെങ്കിൽ അച്ഛന്മാരൊക്കെ ഉരുവിടുന്ന ഒരു വാക്യമുണ്ട്, മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് മടങ്ങും എന്നുള്ളതായ വാക്യം. അപ്പോൾ ഈ ശരീരം എന്ന് പറയുന്നത് താൽക്കാലികം മാത്രമാണ്, ഇത് നശിക്കുവാനുള്ളതാണ്. പക്ഷെ ആത്മാവിനെ കുറിച്ച് എന്താണ് പറയുന്നത്? ആത്മാവ് തൻ്റെ ഈ താൽക്കാലിക കൂടാരമാകുന്ന ശരീരത്തെ ഇവിടെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ നശിപ്പിച്ചിട്ട് ആത്മാവ് അതിനെ നൽകിയവന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകുവാൻ വെമ്പുകയാണ്. പക്ഷെ അങ്ങനെ മടങ്ങിപ്പോകുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് സ്വർഗീയമായ ഒരു പാർപ്പിടം ഇതിനു മീതെ ധരിക്കേണ്ടതായിട്ടുണ്ട്. പല ആളുകളും ചിന്തിക്കുന്നത്, ഒരു മനുഷ്യൻ മരിച്ചുപോയാൽ അവൻ്റെ ആത്മാവ് സ്വതന്ത്രമാണ്, അവൻ്റെ ആത്മാവ് നമുക്ക് ആർക്കും കാണാത്തതുപോലെ തന്നെ ചുറ്റി സഞ്ചരിക്കുമെന്നുള്ളതാണ്. പക്ഷെ വിശുദ്ധ വേദപുസ്തകം പറയുന്നത് എന്താണ്? നമുക്ക് ഭൗമിക ശരീരമുണ്ടെങ്കിൽ നമുക്ക് ആത്മീക ശരീരങ്ങളുമുണ്ട്. നമുക്ക് ഈ ഭൂമിയിൽ നമ്മുടെ വിസിബിൾ ആയിട്ടുള്ള ഈ ഭൗമികമായ ശരീരമുണ്ടെങ്കിൽ സ്വർഗീയമായ ഒരു ശരീരം നമുക്കുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്, സ്വർഗീയമായ പാർപ്പിടം അതിനു മീതെ ധരിപ്പാൻ ഞങ്ങൾ വാഞ്ചിക്കുന്നു. അപ്പോൾ നമ്മൾ എന്താണ് ആഗ്രഹിക്കേണ്ടത്? എനിക്ക് സ്വർഗീയമായ ഒരു ശരീരം വേണം. ഈ ഭൂമിയിൽ എനിക്ക് ഭൗമികമായ ശരീരമുള്ളതുപോലെ തന്നെ എൻ്റെ മരണത്തിന് ശേഷം, അഥവാ ഞാൻ ഈ മർത്യശരീരത്തെ ഇവിടെ ഉരിഞ്ഞു കളഞ്ഞാൽ അതിനുശേഷം എൻ്റെ ആത്മാവിന് ഒരു സ്വർഗീയമായ ശരീരം ആവശ്യമാണ്. ഈ സ്വർഗീയമായ ശരീരം നമുക്ക് ലഭിക്കണമെങ്കിൽ ദൈവവചനം പറയുന്നതുപോലെ നമ്മൾ ജീവിച്ചെങ്കിൽ മാത്രമേ ഈ സ്വർഗീയ ശരീരം നമുക്ക് ലഭിക്കുകയുള്ളൂ.
അതുകൊണ്ട് ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് ഈ ഭൂമിയിലായിരിക്കരുത്. ഈ ഭൂമിയിലെ നമ്മുടെ ശരീരത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളിലാകരുത് നമ്മുടെ പ്രത്യാശ. ഇന്ന് അനേക പ്രിയപ്പെട്ടവരും അങ്ങനെയുള്ള പ്രത്യാശയിലാണ്. ഈ ശരീരത്തിന് വേണ്ടിയുള്ള വീട്, ഈ ശരീരത്തിന് വേണ്ടിയുള്ള ആഹാരം, ഈ ശരീരത്തിന് വേണ്ടിയുള്ള വസ്ത്രങ്ങൾ, ഈ ശരീരത്തിന് വേണ്ടിയുള്ള അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ വളരെയധികം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയാണ് മനുഷ്യൻ പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് പിന്മാറി വാസ്തവമായിട്ടും നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള, അതായത് വാസ്തവമായിട്ടും സ്വർഗീയമായ ശരീരം ധരിക്കാനുള്ള ആ ഒരു വാഞ്ച നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ദൈവം അനുവദിച്ചാൽ ഈ വിഷയത്തിൻ്റെ കൂടുതൽ വിശദമായ കാര്യങ്ങൾ നമ്മൾ അടുത്ത ദിവസം ചിന്തിക്കുന്നതാണ്. പക്ഷേ അതിനു മുമ്പായിട്ട് ഇന്ന് നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാൻ കഴിയുമാറാകട്ടെ. വാസ്തവത്തിൽ എൻ്റെ പ്രത്യാശയും എൻ്റെ പ്രതീക്ഷയും അതുപോലെ എൻ്റെ പ്രവർത്തനവും ഈ ശരീരത്തിന് വേണ്ടി ആണോ, ഈ ഭൂമിയിലാണോ എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ ഇന്ന് വചനത്തിലൂടെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ആത്മാവിന് വേണ്ടിയുള്ളത് നിങ്ങൾ കരുതിക്കൊള്ളണം. നിങ്ങളുടെ ശരീരത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ദൈവം നിങ്ങൾക്ക് ഇവിടെ തരും. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങളുടെ ആത്മാവിന് വേണ്ടിയുള്ള ആ ഒരുക്കം, അതായത് വിണ്മയമായ ഒരു ശരീരം പ്രാപിക്കുവാൻ, സ്വർഗീയമായൊരു ശരീരം പ്രാപിക്കുവാനുള്ള ആ ഒരുക്കത്തോടു കൂടെ ആയിരുന്നാൽ നമ്മുടെ ജീവിതം ഏറ്റവും ധന്യമായി തീരും. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ എന്ന് ഞങ്ങളെ കേൾപ്പിച്ച ഈ വചനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ഭവനം കൂടാരമാകുന്ന ഭൗമഭവനമാണെന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് ഉണ്ടാകണമേ. ദൈവമേ, ഞങ്ങൾ ഈ ഭൂമിയിൽ താൽക്കാലികമായ വാസത്തിലാണ്. ഞങ്ങളുടെ ശരീരം കേവലം ഞങ്ങളുടെ ആത്മാവിൻ്റെ ഒരു ഭവനം മാത്രമാണ് എന്നുള്ള ചിന്ത ഞങ്ങളിൽ ഉണ്ടാകണം. മാത്രമല്ല, ഇത് നശിക്കുവാനുള്ളതാണെന്നുള്ള ചിന്ത ഞങ്ങളിൽ ഉണ്ടാകണം. അതിനേക്കാൾ ഉപരിയായിട്ട് ഞങ്ങളുടെ ഈ ഭൗമഭവനം നശിച്ചു പോയാൽ കൈപ്പണിയില്ലാത്ത സ്വർഗീയമായ ഒരു പാർപ്പിടം, അതേ കർത്താവേ, ഒരു ഭവനം ഞങ്ങളുടെ ആത്മാവിന് വേണ്ടി അങ്ങ് ഒരുക്കിയിട്ടുണ്ടെന്നുള്ള ആ വലിയ കാഴ്ചപ്പാട് ഞങ്ങൾക്ക് ലഭിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു ഓൾ.